എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 17ാമത്തെയും 18ാമത്തെയും സാലഭഞ്ജികമാർ പറഞ്ഞ കഥകൾ കേൾക്കാം. 17ാം ദിനവും സിംഹാസനാരോഹണ ചടങ്ങിനെത്തിയ ഭോജരാജാവിനെ 17ാമത്തെ പടിയിൽ നിന്ന് സത്യവതി എന്ന സാലഭഞ്ജിക തടഞ്ഞു. സത്യവതി വിക്രമാദിത്യ ചരിതത്തിലെ ഒരു കഥ പറയാൻ ആരംഭിച്ചു. ഒരിക്കൽ 6 മാസം കഴിച്ചുകൂട്ടുവാൻ വിക്രമാദിത്യ ചക്രവർത്തി വേഷപ്രച്ഛന്നനായി ചകോരദേശം എന്നൊരു നാട്ടിലെത്തി. തലസ്ഥാന നഗരിയിലൂടെ കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ വലിയ പന്തലിട്ട് വിഷ്ണുപുരാണ കഥായജ്ഞം നടത്തുന്നതായി അറിഞ്ഞു. അഷ്ടാദശ പുരാണങ്ങളിൽ അത്യന്തം മഹത്വമേറിയ വിഷ്ണുപുരാണം പുരാണങ്ങളിലെ രത്നമായി കണക്കാക്കപ്പെടുന്നു. അതൊന്ന് കേൾക്കണമെങ്കിൽ തന്നെ മുജ്ജന്മ സുഹൃതം വേണം. മഹാരാജാവും മന്ത്രിയുമെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയും യജ്ഞശാലയിലേക്ക് നടന്നു. പരാശരമുനിയും മൈത്രേയനും തമ്മിലുള്ള സംവാദം അതിരസകരമായി പ്രഭാഷകൻ വർണ്ണിക്കുകയാണ്. സർവവും മറന്ന് വിക്രമാദിത്യൻ കഥയിൽ മുഴുകി. ഒരു സർഗം പൂർത്തിയായിട്ടുള്ള ഇടവേളയിൽ അതാ ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യജ്ഞവേദിയിലേക്ക് ഓടി വരുന്നു. മഹാരാജൻ, രക്ഷിക്കണേ, അടിയന്റെ പുത്രനെ മുതല പിടിച്ചേ. അവർ ഉരക്കെ കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. എവിടെ വെച്ച്? അവിടെ നിന്നിരുന്ന മന്ത്രി ചോദിച്ചു. ഗംഗാനദിയിൽ അവൻ കുളിക്കാൻ ഇറങ്ങിയതാണ്. ഒരു മുതല അവന് വലിച്ചു താഴ്ത്തി കൊണ്ടുപോയി, സ്ത്രീ പറഞ്ഞു. ഗംഗാനദിയിലെ മകരമത്സ്യങ്ങളുടെ വായിൽപ്പെട്ടാൽ പിന്നെ എന്തു ചെയ്യാനാണ്? ഇനി രാജാവല്ല, ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, മന്ത്രി ഉപദേശിച്ചു. ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു രാജാവ്. രാജാവിൻ്റെ നിസ്സംഗ മനോഭാവം വിക്രമാദിത്യന് രുചിച്ചില്ല. പ്രജകളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ്. കുറഞ്ഞപക്ഷം അതിനുള്ള ആത്മാർത്ഥ ശ്രമമെങ്കിലും നടത്തണം. പുരാണ ഇതിഹാസങ്ങൾ നമ്മോട് പറയുന്നത് അതാണ്. വിക്രമാദിത്യൻ ആ സ്ത്രീയെയും കൂട്ടി പുറത്തു വന്നു. എവിടെ വെച്ചാണ് ആ സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. യജ്ഞവേദിയോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിലാണ് മുതല പൊങ്ങി വന്നത്. അതിനെ കണ്ടുപിടിച്ചേ മതിയാകൂ, അതല്ലെങ്കിൽ മേലിലും അത് ഭക്തജനങ്ങളെ ആക്രമിച്ചേക്കാം. വിക്രമാദിത്യൻ്റെ നിർദ്ദേശപ്രകാരം വേതാളം ഗംഗാനദിയിലേക്ക് ഊളിയിട്ടു. നിമിഷങ്ങൾക്കകം ആ മകരമത്സ്യത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ കൊന്ന് അതിൻ്റെ വയറിനുള്ളിൽ കുടുങ്ങിയ ബാലനെ മോചിപ്പിച്ച് വേതാളം കരയിലെത്തിച്ചു. ബാലകൻ അമ്മയുടെ സമീപം ഓടിയെത്തി. അവർ ആനന്ദാശ്രുവിൽ കുളിച്ചു. തൻ്റെ മകനെ രക്ഷിച്ച ആ മഹാനുഭാവനെ ആ സ്ത്രീ അവിടെയെല്ലാം തിരഞ്ഞു. വിക്രമാദിത്യനാകട്ടെ യജ്ഞവേദിയിൽ മടങ്ങിയെത്തി പുരാണ പ്രവചനം കേൾക്കാനിരിക്കുകയും ചെയ്തു. ആ സ്ത്രീ വീണ്ടും യജ്ഞവേദിയിലെത്തി തൻ്റെ മകനെ ഒരു മഹാതേജസ്വി രക്ഷിച്ചുവെന്നും പറഞ്ഞ് മകനെ എല്ലാവരെയും കാട്ടി. മുതല വിഴുങ്ങിയ ബാലകനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ധീരൻ ആര് എന്നായി എല്ലാവരുടെയും അന്വേഷണം. അപ്പോഴേക്കും ആ സ്ത്രീ സദസ്സിലിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയെ കണ്ടുപിടിച്ചു. അതാ ആ പുണ്യാത്മാവ്, അവർ വിക്രമാദിത്യന് നേരെ നോക്കി പറഞ്ഞു. എല്ലാവരും അവിടേക്ക് കണ്ണയച്ചു. രാജാവ് ഏറെ കൗതുകത്തോടെ ചോദ്യഭാവത്തോടെ അദ്ദേഹത്തെ നോക്കി. ആ സമയം മന്ത്രി അവിടേക്ക് ഓടിയെത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അല്ലയോ വിക്രമാദിത്യ ചക്രവർത്തി, അങ്ങേക്ക് സ്വാഗതം. അങ്ങല്ലാതെ മറ്റൊരാൾക്ക് ഈ വിധത്തിലുള്ള ധീരത പ്രകടിപ്പിക്കാനാവില്ല, അതുറപ്പാണ്. മഹാരാജാവ് ഉടൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പുരാണ കഥാപ്രവചനം തുടർന്ന് കേൾക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനനുവദിക്കണമെന്നും വിക്രമാദിത്യൻ പറഞ്ഞപ്പോൾ പ്രത്യേക പീഠം അദ്ദേഹത്തിന് അനുവദിച്ചു. അവിടെയിരുന്ന് വിഷ്ണുപുരാണം അദ്ദേഹം സശ്രദ്ധം ശ്രവിച്ചു. സാലഭഞ്ജികയുടെ കഥ പൂർത്തിയായി. ഭോജരാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 18ാം ദിനവും ഭോജരാജാവ് സിംഹാസനാരോഹണത്തിനായി എത്തിച്ചേർന്നു. തൻ്റെ മാർഗത്തിന് തടസ്സമുണ്ടായാൽ താൽക്കാലികമായി പിന്മാറുമെങ്കിലും ലക്ഷ്യം ഉപേക്ഷിക്കുന്ന പ്രകൃതം ഭോജരാജാവിനുണ്ടായിരുന്നില്ല. അതിനാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് സിംഹാസനത്തിലേക്ക് കയറാനുള്ള ശ്രമം അദ്ദേഹം തുടരുകയാണ്. 18ാം ദിനം 18ാമത്തെ പടിയിൽ നിന്ന് രൂപലേഖ എന്ന സാലഭഞ്ജികയാണ് ഭോജരാജാവിനെ തടഞ്ഞത്. അല്ലയോ ഭോജരാജാവേ,
വിക്രമാദിത്യ മഹിമകൾ കാതുനിറയെ കേട്ടിട്ടും അദ്ദേഹം ഇരുന്നരുളിയ സിംഹാസനം തനിക്ക് വേണം എന്ന വാശിക്ക് യാതൊരു ഇളക്കവുമില്ലെന്നോ? അത്ഭുതമായിരിക്കുന്നു. എങ്കിൽ ഞങ്ങളുടെ ചക്രവർത്തിയുടെ അനിതർസാധാരണമായ സാമർത്ഥ്യത്തെ വെളിവാക്കുന്ന ഒരു കഥ കൂടി പറയാം. ഉജ്ജയിനിൽ നിന്ന് ഏകദേശം 50 നാഴിക അകലെ സാമം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന കർഷകനും ഗ്രാമമുഖ്യനും പണ്ഡിത ശ്രേഷ്ഠനുമൊക്കെയായിരുന്ന രാമരാജൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണമടഞ്ഞു. അദ്ദേഹത്തിന് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. മരണത്തിന് കുറച്ചുകാലം മുമ്പ് അദ്ദേഹം എഴുതിവെച്ച ഒസ്യത്ത് മക്കൾക്ക് കിട്ടി. അതിൽ ഇപ്രകാരം കുറിച്ചിരുന്നു: എൻ്റെ കട്ടിലിന് ചുവട്ടിൽ ഞാൻ ഇതുവരെ നേടിയതെല്ലാം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അത് കൃത്യമായി 4 പേരും ഭാഗിച്ചെടുക്കുക. അതനുസരിച്ച് അവർ കട്ടിലിന് ചുവട്ടിലാകെ നോക്കി. അവിടെ പ്രത്യേകിച്ചൊന്നും കാണായികയാൽ ആ ഭാഗം കിളച്ചു നോക്കി. അവർക്ക് കിട്ടിയത് 4 കുടങ്ങളായിരുന്നു. ആകാംക്ഷയോടെ അവർ ആദ്യത്തെ കുടം തുറന്നു. അതിൽ നിറയെ കരിക്കഷ്ണങ്ങളായിരുന്നു. രണ്ടാമത്തെ കുടം തുറന്നപ്പോൾ അതിൽ പനിനീർ നിറച്ചിരിക്കുന്നു. മൂന്നാമത്തെ കുടത്തിൽ മണലും 4-ാമത്തെ കുടത്തിൽ കുറച്ച് അസ്ഥികഷ്ണങ്ങളും അവർ കണ്ടു. തങ്ങളുടെ പിതാവ് വരും തലമുറയ്ക്കായി കരിയും മണലുമാണ് കരുതി വെച്ചതെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. പണ്ഡിതനായിരുന്നു രാമരാജൻ. പുത്രവാത്സല്യവും വേണ്ടുവോളം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പിതാവ് മക്കളെ പരിഹസിക്കാൻ പാഴ്വസ്തുക്കൾ നിറച്ച കുടങ്ങൾ കുഴിച്ചിടുമെന്നോ? മക്കൾ 4 പേരും പലരോടും ഇതേപ്പറ്റി പറഞ്ഞു. ആർക്കും ശരിയായൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. തങ്ങൾക്ക് ലഭിച്ച പിതൃസ്വത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഒടുവിൽ അവർ ചക്രവർത്തിയെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് 4 പേരും ഉജ്ജയിനിലെത്തി വിക്രമാദിത്യനോട് വിവരം പറയുകയും ചെയ്തു. വിക്രമാദിത്യൻ ആ കുടങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതനുസരിച്ച് അവർ സ്വഗൃഹത്തിൽ പോയി സൂക്ഷിച്ചു വെച്ചിരുന്ന ചെമ്പുകുടങ്ങളുമായി മടങ്ങിയെത്തി. അദ്ദേഹം ആദ്യം കരിക്കഷ്ണങ്ങൾ നിറച്ച കുടമെടുത്തു. അതിൽ നിന്ന് കരി അദ്ദേഹം നിലത്ത് കുടഞ്ഞിട്ടു. അവ എണ്ണി നോക്കി ഇങ്ങനെ പറഞ്ഞു: ഈ കരിക്കഷ്ണങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ എണ്ണത്തിന് തുല്യമായ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അവ 4ആയി ഭാഗിക്കണം. തനിക്കുള്ളത് മാത്രമേ എടുക്കാവൂ. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കരിക്കഷ്ണങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ പരധനം നമ്മളും ഉപേക്ഷിക്കണം. നമ്മുടേതല്ലാത്തതെല്ലാം കരിക്കഷ്ണങ്ങളാണ്. അവ സ്വന്തമാക്കാൻ നോക്കരുതെന്നർത്ഥം. മണലിൻ്റെ കുടത്തിനു നേരെ കഴിച്ചുകൊണ്ടി വിക്രമാദിത്യൻ പറഞ്ഞു: മണൽ വാരിയെടുക്കുന്നത് പോലെ കിട്ടിയ ധനം ചൂഷണം ചെയ്യരുത്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്തു സാധനവും അമൂല്യമാണ്. അതിനാൽ സൂക്ഷിച്ചുപയോഗിക്കണം. ഇനിയുള്ളത് പനിനീരാണ്. പനിനീർ തളിക്കുന്നത് നമ്മുടെ ശരീരത്താണെങ്കിലും അത് മറ്റുള്ളവർക്കാണ് സുഗന്ധം നൽകുന്നത്. പനിനീരിൽ കുളിച്ചവൻ്റെ സാമീപ്യം അന്യർ സഹർഷം സ്വീകരിക്കും. നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും പനിനീർ പോലെ ആയിരിക്കണം എന്നാണ് രാമരാജൻ പറഞ്ഞത്. എത്ര ദീർഘജീവിതം ലഭിച്ചാലും നാം അവശേഷിപ്പിച്ചു പോകുന്നത് അസ്ഥികൾ മാത്രമാണ്. ബാക്കിയെല്ലാം നശിക്കും. ശരീരത്തിലെ അസ്ഥികളും നാം നേടിയ സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും പിന്നെയും നിലനിൽക്കും. അതിനാൽ നശിക്കുന്ന സ്വശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിതം പാഴാക്കാതെ സുകൃതങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. വിക്രമാദിത്യൻ്റെ വ്യാഖ്യാനം അവർ 4 പേരും സഹർഷം സ്വീകരിച്ചു. സ്വപിതാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള മഹനീയമായൊരു ജീവിതം നയിക്കുന്നതാണെന്ന് അവർ പ്രതിജ്ഞ ചെയ്ത് സ്വദേശത്തേക്ക് മടങ്ങി. കഥ അവസാനിപ്പിച്ചിട്ട് സാലഭഞ്ജിക ഭോജരാജാവിനോട് പറഞ്ഞു: വിക്രമാദിത്യ മഹിമ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങ് സിംഹാസനഭ്രമം ഉപേക്ഷിക്കുമെന്ന് ഞാൻ കരുതട്ടെ. അതല്ല, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നാളെയും വരാം. എൻ്റെ സഖി താര അങ്ങയ്ക്ക് വിക്രമാദിത്യ ചരിതത്തിലെ മറ്റൊരു കഥ പറഞ്ഞു തരും.